ഹേ ഗായ്സ്, അപ്പം എന്താ രാവിലെ തന്നെ നമ്മൾ കാർ ഷെഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് നാൾക്ക് ശേഷമാണെന്നാണ് ഞാനൊരു വീഡിയോ എടുത്ത് ഇറങ്ങുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഒരു മോർണിംഗിൽ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ലാസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് ഈ ദീപാവലി വ്ളോഗ് ഇട്ടിട്ട് പിന്നെ അന്ന് പോയതാണെന്നാണ്. ദീപാവലി കഴിഞ്ഞിട്ട് അടുത്ത ദീപാവലി ആവാറായി. അത്രയും ലാഗ് കുറച്ച് ഒരു മാസം അടുപ്പിച്ച് ലാഗായെന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല, ചെറിയൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഒടുക്കത്തെ ഗ്യാപ്പായി പോയി. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ വണ്ടി എവിടെയാ, വിറ്റോ, കാണാനില്ലല്ലോ, എന്ത് ചെയ്തതൊക്കെ. ഇതാ ഇരിപ്പുണ്ട് കേട്ടോ സാധനം. നിലവിൽ എൻ്റെ കുറച്ച് പ്രാന്ത് കാരണം ഞാൻ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി കറങ്ങാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അതിനുള്ളൊരു വീഡിയോ എടുക്കേണ്ട ഒരു ടെൻഡൻസി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാതിരിക്കുമായിരുന്നു. വണ്ടി സെറ്റാണ് കേട്ടോ. വണ്ടി അപ്പോൾ നമുക്കിന്ന് പുറത്തൊക്കെ എടുത്ത് കാണിച്ചു തരാം. പിന്നെ നമ്മളുടെ കാർ ഇതാ ഇവിടെ കിടപ്പുണ്ട്. കാറിൻ്റെ അവസ്ഥ ഉണ്ടോ, ഫുൾ സ്ക്രാച്ച്, കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ടയറും കാര്യങ്ങളും ഇൻറ്റീരിയർ എല്ലാം ഫുൾ വൃത്തികേടാണ്. അപ്പോൾ ഇതൊക്കെ ഇന്ന് സെറ്റാക്കാനാണ് എൻ്റെ പരിപാടി. എനിക്കിപ്പോൾ നിലവിൽ ഇന്ന് വേറെ കറക്കവും കാര്യങ്ങളൊന്നും ഇല്ല, ഇവിടെ മഴയാണ്. അപ്പോൾ എനിക്കിന്ന് ഇങ്ങനെ സമയം പോകണമെങ്കിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ രാവിലത്തെ പരിപാടി. അപ്പോൾ എന്തായാലും വീട്ടിലോട്ട് പോകുന്നതിനും എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് കാണുക. പിന്നെ നമ്മളുടെ ടാങ്ക് ഉണ്ടോ, ഇതിൻ്റെ അകത്ത് കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം മഴയത്ത് ഇതുവഴിയൊക്കെ പോകുമെന്ന് തോന്നുന്നു. കുറച്ച് മീനൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. കുറേ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഉണച്ചിട്ട് കാണിച്ചു തരാം, കണ്ടോ, കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട്. ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്ത് കല്ലൊക്കെ സെറ്റ് ചെയ്ത് ഇനി കുറച്ച് ഗാർഡൻ സെറ്റപ്പൊക്കെ ചെയ്യണമെന്നുണ്ട് ഇവിടെ. ഇവിടെ ചെടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബൈക്കും കാറും എല്ലായിടത്തും പുറത്തിടാം. പിന്നെ നമ്മുടെ ആക്റ്റീവ, കുറച്ച് ദിവസം ആക്റ്റീവ ഇവിടെ ഇല്ലായിരുന്നു, സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഫ്രണ്ടൊക്കെ കുറച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് എല്ലാം സെറ്റാക്കി ആക്റ്റീവ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇൻ്റർസെപ്റ്റർ എടുത്ത് പുറത്ത് വെച്ചിട്ട് വരാം. ഇതിൻ്റെ കീ ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കിട്ടി. ബൈക്കിൻ്റെയും കാറിൻ്റെയും കീ ഉണ്ട്. നമുക്ക് ആദ്യം കാറെടുത്ത് പുറത്തിടാം. കാറെടുത്ത് ആദ്യം പുറത്തിട്ട് കാറിനൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകണം. പിന്നെ ഇവിടെ വലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അയ്യോ, അത് നമുക്ക് മുകളിൽ കൊണ്ടുപോയി, നമ്മളുടെ മാവിൽ കുറേ മാങ്ങ നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് അത് സെറ്റ് ചെയ്യണം. കുറേ വവ്വാല് കാരണം എൻ്റെ മാങ്ങയൊക്കെ നശിപ്പിക്കുകയാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്യണം. ഞാൻ കുറച്ച് ദിവസമായി കേട്ടോ കാറൊക്കെ ഒന്ന് എടുത്തിട്ട്. കൊള്ളാം. ഇനി എല്ലാം വൃത്തിയാക്കി ഇതിൻ്റെ അകത്ത് സ്പ്രേയും കാര്യങ്ങളൊക്കെ അടിക്കാറുണ്ട്. ചെറിയ ഇതിൻ്റെ അകത്ത് ഒരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ടാക്കാം. ഓക്കെ ഗൈസ്, വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ കീ ഒക്കെ വേണ്ടിയിരിക്കട്ടെ. ഈ കീലെസ് കാറാണ്. അയ്യോ, ആരടുത്ത ഇത് പറഞ്ഞത്, അറിഞ്ഞാത്തവർക്ക് വേണ്ടി കീലെസ് ആണ് കേട്ടോ. കീലെസ്. ഇപ്പോൾ കാറിനെ സേഫായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ എടുക്കണം. ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉള്ളതുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരേ അതൊക്കെ എടുക്കണം. കാറിൽ കുറച്ച് ഒരേയും കാര്യങ്ങളൊക്കെ ആയി കേട്ടോ. പിന്നെ നമ്മളെ വൈപ്പറിൽ വെള്ളം വരുന്നില്ല, അപ്പോൾ അതിൻ്റെ ഒരു പൈപ്പൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വരും. ഇതെന്തിനും കയറും, കുറച്ച് ഇതാണ് കേട്ടോ. എന്താണ്, ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ കാണുന്നവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക. അയ്യോ, ഞാൻ എന്തിനും ഇങ്ങെടുത്തിട്ട് തിരിച്ചിടാം. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഇങ്ങനെ കാട് ആംബിയൻസ് ആയില്ലേ വീട്. ഇനിയും കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം കേട്ടോ. കാട് ആംബിയൻസ്. നമ്മൾ ജെമിനി നോക്കിയിട്ട് കുറച്ച് ഗാർഡൻ സെറ്റപ്പൊക്കെ ചെയ്യാൻ ചെറിയ പ്ലാൻ ഉണ്ട് കേട്ടോ ആ സൈഡ്. ഇപ്പം എന്താ കറക്റ്റ് പാർക്ക് ചെയ്ത് ഓക്കെ തിരിക്കാം. ഇനി നമുക്ക് അങ്ങോട്ട് എടുത്താൽ നമ്മൾ വൃത്തിക്ക് വണ്ടി ഇട്ടാൽ വൃത്തിക്ക് കഴുകാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം സെറ്റാക്കി ഇനി ഇൻറ്റീരിയറൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഞാൻ അന്ന് കറങ്ങാൻ പോയപ്പം വാങ്ങിച്ച് വെച്ച വെള്ളമാണ്, ഇതുവരെ പൊട്ടിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഇറങ്ങാം. ഓക്കെ, ഇപ്പം വണ്ടിയുടെ പുറമേ ഉള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഫുൾ ഡോട്ടായിട്ട് ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമുക്കിന്ന് വൃത്തിയാക്കേണ്ടത്. അപ്പോൾ ഗൈസ്, കീ ഇത് ഇവിടെ വയ്ക്കാം, ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ബൈക്ക് എടുത്ത് പുറത്ത് വയ്ക്കാം. അമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം സ്കൂട്ടർ കഴിവുണ്ട്. സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ എന്തോ ഒരു പൂക്കളമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ബൈക്കിനെ ഒരു 3-4 ദിവസമായി കേട്ടോ ബൈക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. മൂന്ന് ദിവസം, ഇന്ന് 3ാമത്തെ ദിവസമാണ്. സ്റ്റാർട്ടൊക്കെ ആവും. പിന്നെ ബൈക്കിൽ കുറച്ച് സംഭവങ്ങളൊക്കെ മാറ്റാറുണ്ട്. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ എന്തോന്നിലൊക്കെ ഒരു ക്ലാവ് പിടിച്ച ഒരു ഫീൽ. നമുക്ക് പുറത്തിറക്കി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് കീ ഇട്ട് വെച്ചു. എന്താ വെയിറ്റ് ഉണ്ടോ, ഒറ്റ കയ്യിൽ നിങ്ങളെ കൊണ്ട് തള്ളാൻ പറ്റും ഗൈസ്. ഇൻ്റർസെപ്റ്റർ GT ഞാൻ തള്ളും. ബിക്കോസ് ഐ ആം എ ജിം ബോയ് മാൻ. കണ്ടോ, ഒറ്റ കൈ ഉണ്ടോ, ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടോ, ആഞ്ഞ് വലിച്ചാൽ നിൽക്കുന്നു. ഇതൊക്കെ എനിക്ക് വിഷയമല്ല, വയസ്സല്ല. സ്കില്ലെന്ന് പറഞ്ഞിട്ട് വേറെ ലെവൽ. ഇപ്പോൾ കയ്യിൽ നിന്ന് പോയാൽ നമ്മൾ 2 വണ്ടി ഇതടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. എന്നാ ലുക്കല്ലേ വണ്ടി. സെറ്റ്. അപ്പം ഗൈസ് എന്തായാലും നമുക്ക് വണ്ടി വാഷ് ചെയ്യാം. വലിയ ഡീറ്റെയിൽ ആയിട്ട് കഴിവുണ്ടാണ്, കാരണം ഓൾറെഡി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. പക്ഷേ ചെയിൻ ലൂബൊക്കെ തീർന്ന്
അപ്പോൾ ഇനി കഴിവണമെങ്കിൽ വൃത്തിയാക്കണമെങ്കിൽ കണ്ടോ ചെയിൻ ലൂബ് വളരെ കുറവാണ്. അപ്പം റൂമിനകത്തൊരു എക്സോസ്റ്റ് ഇരിപ്പുണ്ട്, നമ്മളുടെ ഗ്ലോബിൻ്റെ പെർഫോമൻസ് എക്സോസ്റ്റ് ഇരിപ്പുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അത് വെച്ച് നോക്കാം, വെറുതെ ഇരിക്കില്ലേ. നമുക്ക് എന്നാൽ ഒരു എക്സോസ്റ്റ് നമുക്ക് വണ്ടി സെറ്റാക്കാം. പിന്നെ ഈ കാറ് കണ്ടോ, ടയറിലൊക്കെ അത്യാവശ്യം ചെളിയൊക്കെ ഉണ്ട്. പ്രഷർ വാഷ് ഉണ്ടാകുന്നെങ്കിൽ സെറ്റായിട്ട് കഴിവായിരുന്നു. ബട്ട് ഐ ഡോണ്ട് ഹാവ് എനി പ്രഷർ വാഷർ. അപ്പം ഇങ്ങനെ തന്നെ നമുക്ക് കഴിവാം. നമുക്ക് സാധാ പൈപ്പിൽ വെള്ളം ഓസ് പിടിച്ച് കഴിവാം. വണ്ടി കഴിയുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ടാണ്. ബാക്കി കാണുന്നൊരു വ്യൂ ഉണ്ടോ, സെറ്റല്ലേ. അപ്പോൾ ഗൈസ് എന്തായാലും വണ്ടി കഴിവാൻ പോവാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി കഴിയുന്നതിന് മുമ്പ് എന്തായാലും എക്സോസ്റ്റ് വയ്ക്കാമല്ലേ. അപ്പം വൃത്തിയായിട്ടിരിക്കുമല്ലോ കഴിയുമ്പോൾ. കുറച്ച് ഡെൻറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഞാനത് സെയിൽ ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു എക്സോസ്റ്റാണ്, ഗ്ലോബിൻ്റെ പെർഫോമൻസ് എക്സോസ്റ്റ്. അപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാം കണ്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി എക്സോസ്റ്റ് എടുത്തിട്ട് വണ്ടി സെറ്റാക്കാം. കാണുന്നതാണ് നമ്മളുടെ എക്സോസ്റ്റ്, ഗ്ലോബിൻ്റെ പെർഫോമൻസ് എക്സോസ്റ്റാണ്. കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ്. ഞാൻ വയ്ക്കുമ്പം കാണിച്ചു തരാം. എന്തായാലും ഇതിൻ്റെ അകത്ത് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. ഇതിനെടുത്ത് നമുക്ക് വണ്ടി സെറ്റാക്കാം. നമ്മളുടെ ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ റെഡ് റോസിനെക്കാളും ഒരു 500 ഗ്രാം അടുപ്പിച്ച് വെയിറ്റ് കൂടുതലാണ്. ഞാൻ ഇപ്പോൾ ഏകദേശം 4-5 എക്സോസ്റ്റ് വണ്ടിയിൽ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇടയ്ക്ക് വയ്ക്കും, ഊരും, കറങ്ങും, ഇതൊക്കെ തന്നെയാണ് എൻ്റെ പരിപാടി. അപ്പം നമ്മൾ എന്തായാലും എക്സോസ്റ്റ് സെറ്റാക്കാൻ പോവുകയാണ്. കുറേ ദിവസമായിട്ട് അങ്ങനെ റൂമിൽ ഇരിക്കുമായിരുന്നു. ഇത് എനിക്ക് വയ്ക്കാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഇഷ്ടമില്ല. കാരണം ഞാൻ ലീഗലായിട്ട് മാത്രമേ എൻ്റെ വണ്ടിയെ കൊണ്ടെടുക്കാറുള്ളൂ. പിന്നെ ഇപ്പം ഞാൻ പുറത്തിറക്കുന്നില്ല. അപ്പം നിലവിൽ എനിക്കിപ്പം കാറിൽ ഞാൻ യാത്രകളാണ്. അപ്പം ഞാൻ ഇത് പുറത്തിറക്കുന്നില്ല. അതുകൊണ്ട് ഇന്നെന്തായാലും ചുമ്മാ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്ത് കറങ്ങാൻ വേണ്ടിയിട്ട് വച്ചിരിക്കാം. പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ മാറ്റാറുണ്ട് കേട്ടോ. വണ്ടിയിൽ ജസ്റ്റ് ഒരു നമ്മളുടെ 20,000 കിലോമീറ്ററിലുള്ള പണി പോലെ കുറച്ച് സംഭവങ്ങളൊക്കെ മാറ്റാറുണ്ട്. ഫസ്റ്റ് കണ്ടതിൽ വെച്ചിട്ട് ഇതെനിക്ക് മാറ്റണം, ഇത് പോയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഫ്യൂവലിൻ്റെ റബ്ബർ ബുഷ് മാറ്റണം. ഈ ഒരു സ്വിച്ചിനകത്ത് ക്ലാവ് പിടിച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ സ്വിച്ച് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഇതിനകത്തുള്ള ക്ലാവ് ശരിയാക്കണം. ക്ലച്ച് ലിവർ ഓക്കെയാണ്. ചിലപ്പോൾ ഞാൻ ക്ലച്ച് ലിവറും ഫ്രണ്ട് MC മാറി നമ്മളുടെ അഡ്ജസ്റ്റബിൾ ലിവറാക്കാൻ പ്ലാൻ ഇർക്ക്. പിന്നെ നമ്മളുടെ ഇറീഡിയം പ്ലഗ്, 2 ഇറീഡിയം പ്ലഗും കൂടെ ആക്കണം. ഇത്രയാണ് നമ്മൾ വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാറ്റാനുള്ള പ്ലാന്. ചിലപ്പോൾ 50-50, ചിലപ്പോൾ ഇതൊക്കെ ഇപ്പം മാറ്റാനുള്ള ഫണ്ട് എൻ്റെ റെഡി ആയിട്ടില്ല, ഉടനെ നമുക്ക് സെറ്റാക്കണം. അപ്പോൾ എന്തായാലും തമ്മിലും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് എക്സോസ്റ്റ് എടുത്ത് വണ്ടി കയറ്റാം. എന്നിട്ടായിരിക്കും വണ്ടി കഴിയുന്നത്, ഈ വണ്ടിയും കഴിയുന്നത്. പിന്നെ നമുക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ഒരു 15 മിനിറ്റ് മാക്സിമം. അപ്പോൾ എല്ലാവരും കണ്ടിരിക്കാൻ തന്നെ നോക്കുക കേട്ടോ. അപ്പം മാക്സിമം ഒരു 15 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ എക്സോസ്റ്റ് വെച്ച് സ്പീഡിൽ കാര്യങ്ങളൊക്കെ നടത്താം. ഓക്കെ. സെയിം റെഡ് റൂസ്റ്റർ പോലെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ സ്റ്റോക്ക് എക്സോസ്റ്റൊക്കെ ഊരട്ടെ, പഴയ അതേ പരിപാടി. കുറച്ച് സ്ക്രാച്ചൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇവിടെ സ്ക്രാച്ച് ഉണ്ട്, പിന്നെ ഡെൻറ്റൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഇതെന്തായാലും വയ്ക്കുമ്പോൾ നമ്മൾക്ക് അകത്തുള്ള സൈഡിലേ വരത്തുള്ളൂ, പുറത്ത് കാണത്തില്ല. അപ്പോൾ എന്തായാലും ഇതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മളുടെ സ്റ്റോക്ക് എക്സോസ്റ്റൊക്കെ അങ്ങോട്ട് ഊരി പൊട്ടിക്കാം. നമ്മൾ മെനി ഓഫ് ടൈംസ് കാണിച്ചിട്ടുണ്ട് നമ്മൾ എക്സോസ്റ്റ് എങ്ങനെയാണ് ഊരുന്നത്. ഈ 2 സ്പാനർ മതി കേട്ടോ. ഇതും ഈ ഒരു ബോൾട്ടും ഇല്ല, ഇതിൻ്റെ ഇടയിലുള്ള ഈ 2 ബോൾട്ട് ഊരി ഇതിൻ്റെ അകത്തുള്ള ഒരു ബോൾട്ട് ഊരുമ്പോഴേക്കും കാര്യം കഴിഞ്ഞ് എക്സോസ്റ്റ് ഊരി. അത്രയേ ഉള്ളൂ പണി. പിന്നെ നമുക്ക് ഇതൊക്കെ തിരിച്ചും മറിച്ചൊക്കെ വെക്കേണ്ടി വരുമായിരിക്കും. എന്തായാലും വേഗം നമ്മളുടെ പരിപാടി സെറ്റാക്കാം. അപ്പോൾ എന്തായാലും ഊരുന്ന കാണിക്കുന്നില്ല കേട്ടോ, വയ്ക്കുന്ന എന്തായാലും കാണിച്ചു തരാം. ഊരുന്നത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നവർ. അപ്പോൾ എന്തായാലും ലാഗാക്കണ്ട, ഊരാം. എൻ്റെ കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് നേരം എടുത്തു കേട്ടോ പരിശ്രമിക്കാൻ. കൈയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്, ഒരുപാട് നേരം എടുത്തു. കൈയൊക്കെ വിറയ്ക്കുന്നു ഈ സ്പാൻഡറിട്ട് പിടിച്ചിട്ട് കൈയും കാലൊക്കെ ഇതൊക്കെ ആകുമ്പോൾ. അങ്ങനെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ശബ്ദം കേൾക്കാൻ എനിക്ക് ക്യൂരിയോസിറ്റി ആവുന്നു. റെഡ് റോസിൻ്റെ സെയിം ശബ്ദം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും തിരിച്ച് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മളുടെ സാധനം. ബാക്കി സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇതിനൊക്കെ എടുത്ത് റെഡിയാക്കണം ഇനി. സെയിം റെഡ് റൂസ്റ്റർ ഉണ്ടോ, സെയിം സാധനം. ശബ്ദം ഒന്ന് കേട്ട് നോക്കാം. ഈ സൈഡ് ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട് കേട്ടോ, ഈ സൈഡ് ഒരു സ്ക്രാച്ച് ഉണ്ട്. ഈ സൈഡ് കുഴപ്പമില്ല, ഈ സൈഡാണ് പക്ഷേ അതിൻ്റെ അകത്തൊരു ഡെൻറ്റ് വരുന്നത്. പക്ഷേ പുറമേ കാണാൻ ഒരു കുഴപ്പമൊന്നുമില്ല. പക്കാ റെഡ് റൂസ്റ്റർ ഒരു ഇത് തന്നെയാണ്. എന്തായാലും സ്റ്റാർട്ടാക്കി നോക്കാം. ശബ്ദം കറക്റ്റ് കിട്ടുമെന്നാണ് ഞാൻ തോന്നുന്നത്. കിൽ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. സൈഡിൽ കിടക്കുമ്പോൾ റെഡ് റൂസ്റ്ററിൻ്റെ സെയിം പോലെ തന്നെ ഇരിക്കുന്നത്. എൻ്റെ ശബ്ദം ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത് നോക്കാം കേട്ടോ. ഓ സീൻ, റെഡ് റൂസ്റ്ററിനെക്കാളും സീൻ.
സീൻ എന്ന് പറഞ്ഞാൽ സീൻ ശബ്ദം. അപ്പുറത്തുള്ളവർ ജനലടയ്ക്കുന്ന ശബ്ദം വരെ കേട്ട് ഇനി അധികം പൊട്ടിച്ച് കഴിക്കാൻ നാട്ടുകാർ പിടിച്ചിരിക്കുകയാണ്. അപ്പുറത്തുള്ള ജനൽ വലിച്ചടയ്ക്കുന്ന ശബ്ദം കേട്ടോ. സീൻ റെഡ് റൂസ്റ്ററിനെക്കാളും ശബ്ദമുണ്ട് കേട്ടോ. പൊട്ടുന്നുണ്ട് നന്നായിട്ട്. വാവ്, കൈ എന്തായാലും മുറിഞ്ഞൊന്ന് ജസ്റ്റ് കൈയൊക്കെ ഒന്ന് കഴുകണം. കാണാം, ചെറിയ മുറിവേ ഉള്ളൂ, പക്ഷെ അത് വേനുണ്ട്. കൊള്ളാം. അപ്പോൾ എന്തായാലും വണ്ടി കഴുകി സെറ്റാക്കി അതിൻ്റെ പുറത്തുള്ള ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാം വൃത്തിയാക്കിയിട്ട് വരാം. സ്ക്രാച്ചും കൂടെ ഇല്ലായിരുന്നെങ്കിൽ മാരക സാധനമായിരുന്നു. പക്ഷെ എന്തോ പറയാനാ, സ്ക്രാച്ചായിപ്പോയി. കുഴപ്പമില്ലല്ലേ, ചൂടൊന്നും ആവില്ല, ഈ സാധനം ചൂടാകത്തില്ല കേട്ടോ. ഈ സൈഡ് പക്ഷേ ഇങ്ങനൊരു ഇതുണ്ട്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ആ ശബ്ദം ആസ്വദിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത് ഞാൻ എന്തായാലും കൊടുക്കായിട്ടിരിക്കുക. ഞാൻ അങ്ങനെ റെഡ് റൂസ്റ്ററൊന്നും അധികം ഇങ്ങനത്തെ സാധനങ്ങൾ വയ്ക്കാറില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുക. ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് 10K ആ റേഞ്ചൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ഒറിജിനൽ വില 19 എന്തോ ആണ്, 10 രൂപ. കാരണം ഡെൻ്റ് ഉള്ളതുകൊണ്ട് 10 രൂപ, 10,000 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ശബ്ദം ഒന്നുകൂടെ കേൾപ്പിച്ച് തരാം കേട്ടോ. ലാസ്റ്റ് ആയിരിക്കും, ഇനി ഇവിടെ നിന്ന് കേൾപ്പിച്ച് കഴിഞ്ഞാൽ നല്ല വെള്ളുവിളി കേൾക്കും. വണ്ടി സെറ്റായിക്കൊണ്ട് നമ്മൾ വല്യേശനും എത്തി. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വണ്ടി രണ്ടും കഴുകി വിടണം. അതും കഴിയണം, ഇതും കഴിയണം. അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ ഇതിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യട്ടെ കേട്ടോ. ഇങ്ങനെ കുറേ അലങ്കോലമായിട്ട് കിടപ്പുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് അടിച്ചിട്ടാണ്. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് സെറ്റാക്കിയിട്ട് വരാം. ഹേ ഗൈസ്, ഇത് ജസ്റ്റ് ഡേ ആണ്. ഇന്നലെ വണ്ടി കാര്യങ്ങളൊന്നും കഴുകാൻ പറ്റില്ല. കാറും എടുത്താത്തിട്ട് ബൈക്കും എടുത്താത്തിട്ട് ബൈക്ക് ഇത് അവിടെ മൂടി പൊസിച്ചത് അവിടെ വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ഈവനിങ് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയല്ലാതെ വണ്ടി കഴുകലൊന്നും നടന്നിട്ടില്ല. കാരണം എനിക്ക് ജലദോഷമാണ്, ഇതിൻ്റെ കൂടെ പനിയും ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തളർന്നുകൊണ്ടാണ് പിന്നെ പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളെ വണ്ടി നിലവിൽ ഇപ്പം ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. വണ്ടി ടോട്ടലി വൃത്തികേടായിട്ടിരിപ്പില്ല, പക്ഷേ ഞാൻ 1-2 ആഴ്ചയായി കഴുകിയിട്ട്, അതുകൊണ്ടാണ് കഴുകാമെന്ന് വിചാരിച്ചത്. പിന്നെ ചെയിൻ ലൂബ് കുറവാണ്, ടയറിൽ കാറ്റും കുറവാണ്. അപ്പോൾ അത് രണ്ടും അടിക്കണമെങ്കിൽ പുറത്തോട്ട് പോകണം. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങോട്ട് പോയാലേ എനിക്ക് കാറ്റടിക്കാനൊക്കെ പറ്റൂ. കാരണം നെയ്യാറ്റിൻകര ഭാഗം അങ്ങോട്ടാണ്, ഇങ്ങോട്ട് അങ്ങനത്തെ കടകളൊന്നുമില്ല. അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല, അതാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് ഒതുക്കി വെച്ചത്. പിന്നെ നമ്മളെ കാറും കഴുകിയിട്ട് കഴിഞ്ഞാൽ മഴയാണ്, അതുകൊണ്ട് കാറും അതുപോലെ പോയി. ഇന്ന് കാറിൻ്റെ യാത്ര ഉണ്ടായിരുന്നു. പക്ഷേ കാറിൽ എവിടെയോ കറങ്ങാൻ പോയി, അപ്പോൾ കാറും ഓടുന്നുണ്ട്. അപ്പം മഴയത്ത് ഇപ്പോൾ കഴുകിയിട്ട് കാര്യമില്ലെന്ന് വെച്ചുകൊണ്ടാണ് പിന്നെ കാറ് കഴിവാത്തത്. പിന്നെ എക്സോസ്റ്റൊക്കെ വെച്ചപ്പോൾ തന്നെ കൈയൊക്കെ മുറിഞ്ഞ് അതൊക്കെ പോയി, അതൊക്കെ സെറ്റായി. അപ്പോൾ എക്സോസ്റ്റ് കൊള്ളാം കേട്ടോ. ഇന്നലെ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി പുറത്തോട്ടൊക്കെ ഇപ്പോൾ നല്ല ലൗഡ് സാധനമാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ റെഡ് റൂസ്റ്റർ പോലെ തന്നെ സെയിം സാധനം തന്നെ, പക്ഷെ കുറച്ചുകൂടെ ലൗഡായിട്ട് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് ദിവസം ആയല്ലോ എക്സോസ്റ്റൊക്കെ വെച്ച് കേട്ടിട്ട്, അതുകൊണ്ടായിരിക്കും. പക്ഷെ കൊള്ളാം, നൈസ് സാധനം. അങ്ങനെ അത് അടുത്തകത്ത് വെച്ചിട്ടുണ്ട്, മൂടി പോയി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരു ഫ്രണ്ടിൻ്റെ 100 കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ കൊണ്ടുപോയി, നൈറ്റ് ആകുമ്പോൾ ചിലപ്പോൾ കൊണ്ടുവയ്ക്കും. പിന്നെ നമ്മളെ സൈക്കിളും കാര്യങ്ങളൊക്കെ അതാ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ഏത് മോഡലാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കോസ്മിക്കിൻ്റെ 3000 എന്ന് പറഞ്ഞ മോഡലാണ്. പണ്ടൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 21 ഗിയറിൻ്റെ സൈക്കിളായിരുന്നു. ഇപ്പോൾ 27 ഗിയർ വരെയൊക്കെ ഉണ്ട്. 29 ഉണ്ടെന്ന് അറിവ്, 27 ഗിയറാണിത്. എന്ന് വെച്ചാൽ 9x7 ആണ് കേട്ടോ. 9, 18, 27 അങ്ങനെയാണ്. അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. പിന്നെ വലിയ ടയറാണ്, 20 ഇഞ്ചാണെന്ന് തോന്നുന്നു ടയർ. ഇതിന് വരുന്നത് 19 ആണ്. ഇതിന് 20 21 എന്തോണ് ടയർ സൈസ് വരുന്നത്. നല്ല അത്യാവശ്യം നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടാതിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഞേറ്റിങ്ങിൽ വരെ ചുമ്മാ അങ്ങെത്തും. കാരണം മൊത്തം ഇറക്കോ അങ്ങോട്ട്, അപ്പം പൊക്കോളും. അപ്പോൾ അതാണ് സൈക്കിളിൻ്റെ കാര്യം. അപ്പോൾ ഇനി ഗൈസ് എന്തായാലും വണ്ടി വൈകുന്നേരം ആകുമ്പോൾ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഇറക്കും. അപ്പോൾ നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തൊക്കെ കാണിച്ചു തരാം. അതാണ്. ഇന്നലെ എന്തായാലും ഉറങ്ങി, ഇപ്പോഴും ഉറങ്ങി എണീറ്റാ, വേറെ പരിപാടിയൊന്നുമില്ല. മൂക്കടഞ്ഞിരിക്കുകയാണ്. അപ്പം കൂടുതൽ സംസാരിക്കുമ്പോഴും മൂക്കടഞ്ഞു പോവും. ഉണ്ടോ, ഇത് ഗ്ലോബിൻ്റെ പെർഫോമൻസ് എക്സോസ്റ്റ് ആണ് കേട്ടോ. കൊള്ളാം, സാധനം കൊള്ളാം. ഞാൻ പിന്നെ കവറും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. എന്തായാലും അധിക കാലം ഞാൻ വയ്ക്കില്ല, കാരണം എനിക്ക് വണ്ടി ഇപ്പോൾ ടോട്ടലി ഞാൻ കുറേ പണിയിലാണ്. പണി മീൻസ് അതിൻ്റെ എക്സോസ്റ്റ് ബ്രേക്കും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ചെറിയ ചെറിയ പരിപാടിയിലാണ്. അപ്പം ഞാൻ എന്തായാലും ഉടനെ അത്ര വലിയ ഇതൊന്നും എടുത്ത് അതിൻ്റെ ഞട്ടും ബോൾട്ടൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ദൂരം പാടായിരിക്കും. അതുകൊണ്ട് അത് നമുക്ക് പതിയെ സെറ്റാക്കാം. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് എന്തായാലും പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഈ ഒരു വീഡിയോ ഉണ്ടാക്കാം. ഇപ്പം തന്നെ എഡിറ്റ് ചെയ്ത് വെച്ചായിരുന്നു ഇന്നലത്തെ വീഡിയോ. അതിന് തന്നെ ഏകദേശം 12 മിനിറ്റ് എന്തോ ഉണ്ട്. അപ്പം ഇതും കൂടെ കാണിച്ച് വൈകുന്നേരം ഒരു ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ പോകുന്നതൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇതോടെ ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ ഡെയിലി ഇനി വീഡിയോ ഇടാനാണ് ഉദ്ദേശം. ബിക്കോസ് നമ്മൾ വണ്ടി വെച്ചായാലും കാർ വെച്ചായാലും നമ്മളുടെ സറൗണ്ടിങ് എല്ലാ കാര്യവും വെച്ചിട്ട് നമ്മൾ വ്ളോഗ് സെറ്റപ്പാക്കി വീഡിയോ ഇടാനാണ് പ്ലാനിങ്. അപ്പോൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് നിൽക്കുക. പിന്നെ നമ്മൾ നട്ട വാഴയൊക്കെ ഉണ്ടല്ലോ, അതാ കൊലച്ച് വരുന്നുണ്ട്. ഈ വാഴയിലാണെങ്കിൽ എപ്പോഴും കൊല കാണും.
ഇപ്പോൾ ഒരു കൊല നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ഇതാ വേറൊരു കൊല വന്നു. അവിടെ ഒരു കൊല സെറ്റായിട്ട് വരുന്നുണ്ട്. കാണിച്ചു തരാം. അപ്പം എനിക്കിങ്ങനത്തെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ കരിവേപ്പിലേക്ക് ഇവിടെ കരിഞ്ഞ് പോഞ്ഞങ്ങ് നിൽപ്പുണ്ട്. ഇതെന്താണെന്നറിയില്ല, ഇതിങ്ങനെ ശോഷിച്ച് നിൽക്കുന്നു, വലിയ ഒരു എനർജി ഇല്ല. പിന്നെ നമ്മളുടെ ഫാഷൻ ഫ്രൂട്ടിൽ അത്യാവശ്യം നിറയെ ബൾബ് ഫ്രൂട്ട് ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം കഴിഞ്ഞു കേട്ടോ. ഞാൻ എല്ലാം അടുത്ത് ജ്യൂസിട്ട് കുടിച്ച്. പിന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം ചവറൊക്കെ ആയിട്ടിരുന്നതാണ്. ചവറ മീൻസ് കുറേ വിറവൊക്കെ ആയിട്ടിരുന്നു, അതിനെയൊക്കെ എടുത്ത് മാറ്റി ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു വണ്ടി ഞാൻ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു പ്ലാനിലാണ്. എൻ്റെ കുറച്ച് ഫണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഒരു വണ്ടി എടുക്കും, എന്നിട്ട് റീസ്റ്റോർ ചെയ്യും. കാരണം അത്ര വില കുറച്ച് എടുത്തിട്ട് ഞാൻ അതിനെ റീസ്റ്റോർ ചെയ്ത് നമ്മളെ സെറ്റപ്പിലൊക്കെ ആക്കാനാണ് പ്ലാൻ. അപ്പോൾ അതിനുള്ള കുറച്ച് പരിപാടിയിലാണ്. പിന്നെ ഇതിൽ ഫാഷൻ ഫ്രൂട്ട് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇടയ്ക്കൊന്നും തറ വീഴുന്ന നടന്ന് ഞാൻ എടുത്ത് അകത്തുകൊണ്ട് വെച്ച്, വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് പുറത്ത് ഇവിടെ ഒരു കൊല ഉണ്ടോ, ഇത് കപ്പയാണ് കേട്ടോ. കപ്പയൊക്കെ നിൽപ്പുണ്ട്. ഇനി ഇതിൻ്റെ തയ്യും കാര്യങ്ങളൊന്നും ഞാൻ ഒടിച്ചു കളഞ്ഞു. സാധാരണ എല്ലാം പൊട്ടിച്ച് കളയുമായിരുന്നു. ഇപ്പം ഇനി നിൽക്കട്ടെ, കാരണം ഇത് മുറിക്കുമ്പോൾ അടുത്തത് വളർന്നു വരുമല്ലോ, അങ്ങനെ നിർത്തിയിരിക്കുക. പിന്നെ ഇവിടുത്തെ ഒരു തെങ്ങിന് തേങ്ങയുണ്ട്, വേറെ എന്താ പറയുക, തെങ്ങിന് തേങ്ങയുണ്ട്. പിന്നെ ഇങ്ങോട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കൃഷി, അത് നമ്മൾ ചുമ്മാ നിൽക്കുമ്പോൾ ഓരോ നട്ട് വയ്ക്കും, അങ്ങനെയൊക്കെയാണ്. ബാക്കിലോട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അങ്ങ് അറ്റത്ത് ഒരു ചെറിയൊരു കോഴി ഫാം സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയാണ്. ഫാമല്ല, ജസ്റ്റ് ഒരു കോഴിക്കൂട് സെറ്റപ്പ് ആക്കാനുള്ള ചെറിയ പരിപാടിയിലാണ്. അപ്പോൾ അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. വെറുതെ ബോറടിച്ച് വീട്ടിൽ വെറുതെ ഇരിക്കുക. ഇപ്പം പിന്നെ അടുത്ത മാസം തൊട്ട് PSC ക്ലാസ് ഉണ്ട് എനിക്ക്. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് എന്തായാലും നമുക്ക് ഇങ്ങനത്തെ കുറച്ച് പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം വീട്ടിൽ വരുമ്പം ഇങ്ങനെ കാണാമല്ലോ, അതിൻ്റെ ഒരു ഇതിലാണ്. പിന്നെ ടെറസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റേ സ്റ്റെയറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ റൂമിൽ കുറേ അപ്ഡേറ്റ് വന്നു, കുറേ എന്ന് പറഞ്ഞാൽ ഒരുപാട് അപ്ഡേറ്റ് വന്നു. അപ്പോൾ ഒരൊറ്റ വീഡിയോയിൽ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബോറടിക്കും, ഒരു കണ്ടൻറ്റും ഇല്ലാതായിപ്പം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സോസ്റ്റ് നോട്ടൊക്കെ കേട്ടിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു അവയർനെസ് വീഡിയോയിൽ അങ്ങ് സെറ്റാക്കാം. പിന്നെ ഇവിടെയൊക്കെ ഇവിടെ നിന്നൊരു മരമൊക്കെ മുറിച്ചു കേട്ടോ. ഇവിടെ ഒരു റംബൂട്ടാൻ മരം ഉണ്ടായിരുന്നു, അതിനെ മുറിച്ച് അതിൻ്റെ കമ്പിൽ നമ്മൾ ഇവിടെ ഒരു ചെടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് അമ്മ ഇവിടെ കഴിക്കാൻ വിളിക്കുന്നുണ്ട് അകത്ത്. അപ്പോൾ എന്തായാലും ഈവനിങ് ഇനി ഫ്രണ്ട്സ് വരുമ്പോൾ നമുക്ക് പുറത്തോട്ട് പോയി ചായയൊക്കെ കുടിക്കാം. പിന്നെ നമ്മളുടെ ടയർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് റാൽക്കോൻ്റെ സ്പീഡ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ടയറാണ് കേട്ടോ. ഞാൻ 18,000-ലാണ് ടയർ മാറിയത്. ഇപ്പോൾ 22,000 ആവാറായി. അത്യാവശ്യം ഗ്രിപ്പുണ്ട്. എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 10,000-ന് പുറത്ത് ടയർ ഓടണം. കാരണം ആദ്യത്തെ ടയർ ഞാൻ മാറ്റിയത് എപ്പോഴാണ്, 9,000-ലെന്തോണ് ആദ്യത്തെ ടയർ മാറ്റിയത്. അപ്പോൾ രണ്ടാമത്തെ ടയർ ഞാൻ മാറുന്നത് 18,000-ലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10,000 കിലോമീറ്റർ എന്താണ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ 9,000 കിലോമീറ്റർ കിട്ടി. അപ്പോൾ ഇതിന് എനിക്ക് മാക്സിമം ഒരു 11,000 കിലോമീറ്ററെങ്കിലും ഓട്ടിക്കാൻ പറ്റണം. കാരണം ഞാൻ ബാക്ക് ടയർ ഒന്നും ബേണോട്ടോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ മര്യാദയ്ക്ക് സ്റ്റോക്കായിട്ട് നമ്മൾ സാധാരണ ഒരു വണ്ടി കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകാണ്. ആകെപ്പാടെ എക്സോസ്റ്റ് മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നത്, അങ്ങനെ ചെയ്യുന്നത്. ബാക്കി എല്ലാം സ്റ്റോക്കാണ് കേട്ടോ. എനിക്കിങ്ങനെ ലോങ് പോകുമ്പം ആസ്വദിച്ച് പോകാൻ തോന്നുന്നുണ്ട്. എന്നുവെച്ചാൽ എന്താ, സൗണ്ട് കേട്ട് ഭ്രാന്തടിക്കാതെ നമ്മൾ ആസ്വദിച്ച് സെറ്റപ്പായിട്ട് പോകാനാണ് ആഗ്രഹം. അപ്പോൾ അതാണ് എൻ്റെ പ്ലാൻ. പിന്നെ എന്തായാലും വൈകിട്ട് അമ്മ എന്തോ ഫുഡ് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അത് കഴിച്ചിട്ട് വൈകിട്ട് ചായ കുടിക്കാൻ പോകുമ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ അതുവരേക്കും ചിന്ന ഒരു ബ്രേക്ക്. കുഴപ്പമില്ല. ഈവനിങ് ആയപ്പോൾ എന്താ ഒരാളെത്തി വണ്ടിയുടെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ശബ്ദം കേൾക്കാം. ആദ്യം പുറത്തോട്ട് വിരട്ടെ, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ മൂക്കടപ്പ് മാറിയില്ല കേട്ടോ. ഞാനിവിടെ കിളി പറന്ന അവസ്ഥയിൽ നിൽക്കുക. അപ്പം പുറത്തിറക്കട്ടെ, എന്നിട്ട് ഞാനും കേൾക്കട്ടെ. ഇന്ന് വണ്ടി എടുത്തിട്ടില്ല കേട്ടോ. ഒരു ഫ്രണ്ടും കൂടെ വന്നിട്ട് നമുക്ക് ചായ കുടിച്ചാൻ പോവാം. അയ്യാ, എന്താ ലുക്കല്ലേ സൈഡിൽ നിന്നാണ്, പക്ഷെ ഇത് ക്ലാരിറ്റി കുറവ്. ഇതാണ് എൻ്റെ 100 കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ അത്യാവശ്യം നല്ല മൈലേജുള്ള വണ്ടിയാണ്. പതിയെ ഉരുട്ടി ബാക്കിലോട്ട് കൊണ്ടുവരും. കൊള്ളാമല്ലേ എക്സോസ്റ്റ് വെച്ചപ്പോൾ.
വണ്ടി കുറച്ച് സെറ്റപ്പ് ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങോട്ടുള്ള വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാം. സൈഡിൽ നിന്നുള്ള വ്യൂ വന്നു. അവിടെ സ്റ്റാർട്ട് ചെയ്യും. ഇല്ല, അത് കിൽ സ്വിച്ച് ആയാലേ കാണിക്കും. അവൻ ഇരട്ട റൂസ്റ്റർ വെച്ചിട്ടില്ല, ഇവനാ GTA ഉള്ള. അപ്പുറത്തെ ആളുകളുണ്ട്, അവർ കൊല്ലുന്നില്ല. എന്നെ ഇന്നലെ ഒന്ന് നോക്കിയത് എല്ലാവരും. ഏകദേശം അപ്പം മറ്റവനും കൂടെ വന്നിട്ട് നമുക്ക് ചായ കുടിക്കാൻ പോകാം കേട്ടോ. വണ്ടിയൊക്കെ എടുത്ത് പുറത്ത് വെച്ച് ഇതേ പറയണ്ട നമുക്ക് സബ്സ്ക്രൈബറിനോട്. കൊള്ളാല്ലേ? ഇതും കൊണ്ട് കറങ്ങാൻ പോയാൽ പോലീസ് പിടിക്കുമോ? ഇത് പോലീസൊന്നും ഇപ്പോൾ പിടിക്കില്ല. അത് പോലീസിന് ഇങ്ങനെയൊക്കെ പറയും ഗൈസ്. പക്ഷെ ഞാൻ പുറത്തിറക്കാറില്ല. നമ്മളാരും ഇറക്കിയത് എപ്പോഴും പുറത്തിറക്കാറുള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, മറ്റവനും കൂടെ എത്തിയിട്ട് നമുക്ക് ചായക്കടയിൽ പോയി. കൈയൊക്കെ മുറിഞ്ഞാട്ടോ. ചായക്കടയിൽ പോയി മീറ്റാം.